ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധർത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്പിരിച്വാലിറ്റി സാധാരണ ജീവിതത്തിൽ, നോർമൽ ലൈഫിൽ സ്പിരിച്വാലിറ്റിയുടെ ആവശ്യകത. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് റെസ്പോൺസസ് കിട്ടി. പേഴ്സണൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും പറ്റാത്തവർക്കായിട്ട് കുറേ ഡൗട്ടുകൾ ഞാനിങ്ങനെ കണ്ടു. ഞാനപ്പോൾ അതിലൊരു മേജറായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് എടുത്തു വച്ചിരിക്കുന്നത്, ഡിപ്രഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി. ഒരുപാട് വ്യക്തികൾ പറയുന്നത് എനിക്ക് ഡിപ്രഷനാണ് എന്നാണ് പറയുന്നത്. ഡിപ്രഷൻ്റെ യഥാർത്ഥ ഒരു മീനിങ് ഒന്ന് ഡീകോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ തന്നെയാണ്. അതായത് എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവുന്നില്ല. കാരണം അതൊരു ഒറ്റ ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് അയാൾ പോകുന്നില്ല. ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻസിൽ നിന്നാണ് ഒരാൾ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ആദ്യമൊന്നും ഈ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ പോലും ഈ വ്യക്തി ചെയ്യുന്നുണ്ടാവില്ല. അതായത് മനസ്സിന് പ്രശ്നമുള്ള ചില കാര്യങ്ങൾ വരുന്നു, വിട്ടുകളയുന്നു, അത് മുന്നോട്ട് പോകുന്നു. വർഷങ്ങൾ കഴിയുന്ന സമയത്താണ് ഒരാൾക്ക് ഫൈനലി ഇനി ഇതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല, ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തി. ആ പോയിന്റിൽ മുകളിൽ അയാളുടെ ഉൾക്കൊള്ളാൻ അയാൾക്ക് പറ്റുന്നില്ല. ആ ഒരു സമയത്താണ് കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യും. ഒരു ഇമോഷണൽ സിസ്റ്റം അവിടെ ഷട്ട് ഡൗൺ ചെയ്യാണ്. ഇത് കൂടുതൽ ഇനി അത് ക്ലിയർ ചെയ്യാതെ പറ്റില്ല. ഇത് ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ലിറ്ററുള്ള ഒരു ബോട്ടിലെടുത്തു, ആ ബോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാലും അതിൻ്റെ അകത്ത് അത് ഉൾക്കൊള്ളില്ല, പിന്നെ അത് തുളുമ്പി പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ നമുക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉള്ള വെള്ളം നമ്മൾ പുറത്ത് മാറ്റി വെച്ചിട്ട് അടുത്തത് ഒഴിക്കുക, അത്രേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഓൾറെഡി ഈ സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻസിനെ എല്ലാം ഹീലിങ്ങിലൂടെ അത് നമ്മൾ ക്ലിയർ ചെയ്യാതെ പിന്നെ ഇനി മുന്നോട്ടൊരടി പറ്റില്ല. അത് ഹീലിംഗ് എന്ന് പറയുമ്പോഴും ഒറ്റയൊരു പ്രോസസ്സ് അല്ല. ഹീലിംഗ് ആക്ച്വലി സ്റ്റാർട്ട്സ് വിത്ത് അവെയർനെസ്. ആദ്യം അയാൾ അവെയർ ആയിരിക്കണം, എനിക്കൊരു ഡിപ്രഷനാണ് എന്നുള്ളത് അവെയർ ആയിരിക്കണം. ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഇന്ന് ഒരുപാട് വഴികളുണ്ട്. ക്ലിനിക്കൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ അവനവന് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ചില വ്യക്തികൾക്ക് റുട്ടീൻ ലൈഫിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുന്നേക്കാൻ മടിയാണ്, കുളിക്കാൻ മടിയാണ്, ഭക്ഷണം കഴിക്കാൻ മടിയാണ്. ബേസിക്കലി സെൽഫ് ലവ് നഷ്ടപ്പെടുകയാണ്. സെൽഫ് ലവ് മാത്രമല്ല, അയാൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഡിപ്രഷൻ വരുന്നുമില്ല. പക്ഷേ നമ്മൾ എന്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു, ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ്നെസ് സിറ്റുവേഷനിൽ ട്രാപ്ഡായി പോകുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഡിപ്രഷനിലേക്ക് വീഴുക. അപ്പം അവിടെ കൊണ്ട് ഇനി എന്ത് ചെയ്തിട്ടും രക്ഷയില്ല എന്നുള്ള ഒരു തോട്ട് വരുന്ന സമയത്താണ്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്സ് കൊടുത്തിട്ടും എനിക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നിടത്താണ് ഈ വ്യക്തി ഡിപ്രഷനിലേക്ക് പോയി ഷട്ട് ഡൗൺ ആവുന്നത്. അവിടെ അവൻ്റെ മുന്നോട്ട് ജീവിക്കാനുള്ള ഹോപ്പാണ് നഷ്ടപ്പെടുന്നത്. ആ ഹോപ്പ് ഇല്ലാത്തൊരു വ്യക്തി ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നോർത്തിട്ട് എംപത്തി നഷ്ടപ്പെടുന്നു, സെൽഫ് ലവ് നഷ്ടപ്പെടുന്നു, ജീവിതത്തിലേക്ക് വേണ്ട ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നു, ഗോൾസ് ഇല്ലാതെ വരുന്നു. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്കാണ് ഡിപ്രഷൻ വരുന്നത്. ആൻഡ് സ്പിരിച്വാലിറ്റിയുമായിട്ട് ഇതിനുള്ള ബന്ധം പറഞ്ഞു തരാം. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിൻ്റെ ഒരു ജേർണിയാണ്. അപ്പോൾ നമ്മളുടെ സോൾ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് സോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഡിപ്രഷനിലേക്ക് വരുന്ന സമയത്ത്
ഇപ്പം നമ്മളുടേതായിട്ടുള്ള ഒരു നമ്മളുടെ സോളിൻ്റെതായിട്ടുള്ള ഒരു റൈറ്റ് ട്രാക്ക്, ഒരു പർപ്പസ്, ഇതെല്ലാം വിട്ട് മാറി നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളെക്കുറിച്ച് ഒരു പ്രയോറിറ്റിയും ഒരു ബോധവും ഇല്ലാതെ, മേ ബി നിങ്ങൾ സെൽഫിഷ് ആണ് എന്നുള്ള വാക്കുകൾ പോലും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവിടെ സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരികയും നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളിൽ നിന്നും മാറി എവിടെയൊക്കെയോ മാറി സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നും പ്രശ്നമില്ല. നമുക്ക് സമയം നല്ലതായിരിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ അറിയില്ല. നമുക്കിങ്ങനെ ഈ സമയം മോശമാകുക എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൽ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ അവിടെ നന്മയും തിന്മയും എല്ലാം നമ്മൾ അനുഭവിക്കും. നന്മകളോടുകൂടിയിട്ട് നമ്മൾ ജനിക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സിലും നമ്മളുടെ നല്ല കർമ്മകൾ ഒരു ഭാഗം തന്നെയാണ്. മുൻ ജന്മങ്ങളിൽ ഉള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മോശം സമയം വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള, അറിയാതെയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള മോശമായ കർമ്മങ്ങൾ, മോശം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ജസ്റ്റിസിന് നിരക്കാത്തതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിക്കും. അത് പ്രത്യേകിച്ച് ഒരു ശിക്ഷ എന്നൊന്നും നിങ്ങൾ ആരും കാണണ്ട, കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് കണ്ടാൽ മതി. നമ്മളൊരു കർമ്മം ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ട്, അതിനെ അങ്ങനെ തന്നെ കാണാം. അപ്പം അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന സമയം മോശ സമയമാണ്. കാര്യം നമുക്ക് വിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ജീവിതത്തിൽ വന്നു ചേരും. ആ ഒരു സമയത്ത് ഈ ഡിപ്രഷൻ തലപൊക്കാൻ തുടങ്ങും. കാരണം ഇതുവരെ നിങ്ങൾ സെൽഫ് ലവ് എന്ന് മാറിയൊക്കെ സഞ്ചരിച്ചെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ അതേത് മേഖലയിലാണെങ്കിലും, ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും, ഫിനാൻസിൻ്റെ ആണെങ്കിലും, അതുപോലെ കരിയറിൻ്റെ ആണെങ്കിലും, ഏത് സൈഡിൽ നിന്നാണെങ്കിലും നിങ്ങളതിങ്ങനെ കൊണ്ടുപോയി. പക്ഷെ ഒരു പോയിന്റ് എത്തി, ഇനി അത് ക്ലിയർ ചെയ്തു പോകണം. അതായത് അവയർനെസ് ഉണ്ടാവും. ഞാൻ സഞ്ചരിക്കുന്ന ഒരു പാത്ത് അത്ര കറക്റ്റല്ല, എനിക്ക് അവിടെ നിന്ന് മാറി ചിന്തിക്കാം എന്നുള്ള ഒരു തോട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് ഇനിഷ്യലി ഡിപ്രഷൻ വരുന്നത് തന്നെ. അവിടെ നിന്ന് ഒരാൾ സ്പിരിച്വൽ ആകുന്നു എന്ന് പറയുമ്പോൾ, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഭക്തിയും റിലീജിയനും ഒന്നും അവിടെ ഒരു മാനദണ്ഡമേ അല്ല. ആൻഡ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി അതും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്രഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ ട്രിഗറായി അവിടുന്ന് എനിക്ക് ഡിപ്രഷനായി എന്നുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് അവസാനാണി അടിക്കുന്നത് പോലെയാണ് ആ ഒരു ഇൻസിഡൻറ്റ് വരുന്നത്. അതിന് മുൻപും കുറേ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു ഡിപ്രഷൻ ഒരാൾക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവനൊരു മാറ്റത്തിന് വിധേയനാകേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത് കുറച്ച് നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പാഠത്തിലൂടെ മനസ്സിലാക്കിയതായതുകൊണ്ട് അത് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധമുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ലെസൺസ് ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനിലാണ് എന്ന് പറയുന്നവർ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് ജീവിതം അവൻ്റേതായിട്ടുള്ള സോൾ പർപ്പസിലേക്ക് അലൈൻഡ് ആക്കാനുള്ള നിയോഗം ഉണ്ടാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം അവനിൽ ഇനി ഉണ്ടാവുകയും ചെയ്യും. അതുവഴി അവന് സക്സസ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഡിപ്രഷൻ വന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുകയല്ല. നിങ്ങളുടെ ജീവിതം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം, അത് പ്രായം ഏതാണെങ്കിലും അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഡിപ്രഷൻ വരാത്ത വ്യക്തികളെ വെച്ചിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ ജീവിതം കമ്പയർ ചെയ്യരുത്. ഒരിക്കലും വേറൊരാളെ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെ കർമ്മയും ഓരോരുത്തരുടെ ജീവിത രീതികളും വ്യത്യസ്തമാണ്. അവർക്ക് ലഭിക്കാൻ പോകുന്ന ഔട്ട്കമും ഡിഫറെൻ്റാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സോൾ പർപ്പസും ഡിഫറെൻ്റാണ്. അപ്പം ഡിപ്രഷൻ വരാത്തൊരു വ്യക്തി എന്നാൽ മാറ്റമില്ലേ എന്നുള്ളതല്ല, അത് അവൻ്റെ ജീവിത കർമ്മങ്ങൾ വേറെ ആയതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡിപ്രഷൻ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു മാറ്റം. ഈ മാറ്റം നമ്മൾ എത്രയും പെട്ടെന്ന് ഉൾക്കൊള്ളുന്നു, ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു, അവിടെ നിങ്ങൾക്ക്
ഇതൊന്ന് പുറത്തു വരാനുള്ള സാഹചര്യം അത്രയും എളുപ്പമാകും. വിട്ടുകളയേണ്ട പല കാര്യങ്ങളും അവിടെ നിന്ന് വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. അത് നിങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് എങ്കിൽ പോലും ഇത്രയും കാലം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ പലതും മാറ്റം വരുത്തേണ്ട സമയമായി. നമ്മളെല്ലാവരും കാലത്തിനൊപ്പിച്ച് മാറിക്കൊണ്ടിരിക്കണം. മാറ്റമില്ലാത്തത് എന്തിനാണ്? മാറ്റത്തിന് മാത്രമാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് ഡെഫിനറ്റ്ലി വരും. അത് കാലം അനുശാസിക്കുന്നതാണ്. നമ്മൾ ആ കാലത്തിനൊപ്പം നമ്മൾ മാറുക എന്നുള്ളത്. മാറാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറയിലേക്ക് പോകും. അവിടെ ഈ പറയുന്ന പോലെ പല സാഹചര്യങ്ങളിൽ നമുക്ക് പരാജയം അനുഭവിച്ച് കഴിയുമ്പോൾ ഡിപ്രഷനാകും. പരാജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് ഇല്ല എന്നല്ല. മേ ബി മെറ്റീരിയലിസ്റ്റിക്കലി ഒക്കെ നല്ല സക്സസ് ഉള്ള ഒരാൾക്ക് ഡിപ്രഷൻ വരാം. അതൊന്നും ഒരു മാനദണ്ഡമല്ല. അതിന് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ റീസൺ 1 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോൾ അലൈൻഡ് ആയിരിക്കുന്ന കുറച്ച് പർപ്പസ് ഉണ്ട്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഈ ഒരു ശരീരം എടുത്തിരിക്കുന്നതിന് കുറേ പർപ്പസുകളുണ്ട്. ആ പർപ്പസിൽ നിന്നെല്ലാം നിങ്ങൾ തെന്നി മാറിപ്പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പം മാറ്റം വേണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഡൗൺ വന്നാലേ നമ്മളൊന്ന് നിന്ന് ചിന്തിച്ച് മുന്നോട്ട് കറക്റ്റ് ചെയ്ത് പോവുള്ളൂ. ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഒന്നിനെക്കുറിച്ചും ബോധേഡാവില്ല, അന്വേഷിക്കില്ല, അറിയാൻ ശ്രമിക്കില്ല. അതൊക്കെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും ഈ സാഹചര്യം ജീവിതത്തിൽ. അവരുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ അത്രയും നല്ലതായതുകൊണ്ട് അതിൻ്റെ ഒരു റിവാർഡ് അവർ ഈ ഒരു ലൈഫിൽ ലക്കായിട്ടും സന്തോഷമായിട്ടും ഒക്കെ അനുഭവിക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞ് നമ്മൾക്ക് എല്ലാ ആത്മാക്കളെയും ഇവോൾവ് ചെയ്യിപ്പിക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. നമ്മളുടെ ആത്മാവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുപ്രീം പവർ, നമ്മളുടെ ഒരു ഡിവൈൻ പവറും നമ്മളുടെ ഒരു ഹയർ സെൽഫും ഒക്കെ നമ്മളെ ഇവോൾവ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് പാസ്റ്റ് ലൈഫിലോ ഈ ലൈഫിലോ വോട്ടെവർ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് തെറ്റുകാരല്ല. എപ്പോഴും നമുക്ക് കറക്ഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ഈച്ച് ആൻഡ് എവറി ഡേ ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഈ ഒരു ബോഡിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈഫേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾക്ക് കോൺഷ്യസ്ലി ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ഓരോന്ന് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്തുക. അപ്പോൾ അതുകൊണ്ടാണ് ഡിപ്രഷനിലാണ് എനിക്ക് കറക്ഷൻസിന് വരുമ്പോൾ ഞാൻ സ്പിരിച്വൽ വേയിലാണ് എന്നെല്ലാവരും പറഞ്ഞത്. ആൻഡ് ഐഡൻറ്റിഫൈങ് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെന്നുള്ളത് തന്നെ നിങ്ങൾ ആസ് എ സോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് ആണ്. സോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് കണക്റ്റിംഗ് ബാക്ക് ടു യുവർ സോൾ പർപ്പസ്, connecting to yourself, being in self-love, knowing what right action should be taken at the right moment. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അലൈൻ ചെയ്ത് വരുന്നതിന് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ഇതും ഒരു ദിവസം കൊണ്ട് സ്പിരിച്വൽ ആവുകയോ അല്ലെങ്കിൽ എൻലൈറ്റഡ് ആവുകയോ അല്ല. പലപ്പോഴും നമ്മളുടെ ടാരോ റീഡിങ്സുകളിലെല്ലാം ഞാൻ പറയാറുണ്ട്, ബുദ്ധ ഭഗവാന്റെ കഥ നമുക്കറിയാം. ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതങ്ങനെയല്ല. കഥകളിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് നാളത്തെ ചിന്തകൾ, ഒരുപാട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്ന വ്യക്തിക്ക് ആദ്യം ഉണ്ടാവുക ഒരുപാട് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെ ഉത്തരം തേടുക എന്നുള്ളതാണ് അവൻ്റെ ഒരു സോൾ പർപ്പസിലേക്ക് അവനെ എത്തിക്കുക. അപ്പം ഈ ചോദ്യങ്ങൾ മനസ്സിൽ വന്ന് നിറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുകഞ്ഞ് ഉത്തരം കിട്ടാതെ, ചോദിക്കുന്നവർക്ക് ആർക്കും അതിനുള്ള ഉത്തരം അറിയില്ല. ഈ അന്വേഷണത്തിൽ നിന്ന് ആണ് ഫൈനലി നമുക്ക് അതിന് ഒരു ഉത്തരം വേണം. അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക്, ഒരു മെഡിറ്റേറ്റീവ് ഫേസിലേക്കും അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഫേസിലേക്കും അല്ലെങ്കിൽ ഒരു ഐസൊലേഷൻ ഫേസിലേക്കും ഒക്കെ തന്നെ പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഓക്കെ ഇതാണ് എന്നുള്ള ഉത്തരങ്ങൾ. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഉള്ളിലാണ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ തോട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്, വേറെ എങ്ങു നിന്നുമല്ല അത് ഉണ്ടാകുന്നത്. അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലെ ഇൻഫർമേഷൻസ് വീഡിയോ ത്രൂ അല്ലെങ്കിൽ ബുക്കിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ആൻസേഴ്സായിട്ട് കിട്ടുക. അപ്പം അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുക, മാറ്റമാണ് ഡിപ്രഷന് ഉള്ള റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ ഈ ഹോപ്പ്ലെസ്നെസ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന്
പുറത്ത് കടക്കാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് പറ്റുന്നതല്ല, ഇത് വർഷങ്ങളുടെ ഒരു ജേണിയാണ്. മനസ്സ് എന്ന് പറയുന്നതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. മനസ്സ് പാകപ്പെട്ടാൽ ബാക്കി എല്ലാം പാകപ്പെടും. ആ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനായിട്ട് വർഷങ്ങളുടേതായിട്ടുള്ള ഒരു ജേണി, പലരുടെ മനസ്സിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ലെവൽ അനുസരിച്ചിട്ട് അവരുടെ ജേണിയുടെ ഒരു ഡ്യൂറേഷനും പലതാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക്. ഇത് തന്നെ ലെങ്തി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഓഡിയോസ് ഒന്നും പലർക്കും കേൾക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ ടാരോ റീഡിങ്ങിൽ തന്നെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് ഇടുമ്പോഴത്തേനും കമൻ്റ് ഇടും, ചെറുതാക്കൂ, ഷോർട്ടാക്കൂ, ഷോർട്ട് മെസ്സേജ്, നമുക്ക് പേഴ്സണൽ മെസ്സേജും വരും, ഷോർട്ടാക്കിയിടും. പക്ഷെ നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് നമുക്കത് മനസ്സിൽ ആഴത്തിൽ പതിയുന്നത് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും, പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷോർട്സും റീൽസും ഒക്കെ ഇവിടെ ഭയങ്കര റെലവൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുകയാണ്, നമ്മുടെ ക്ഷമയെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തന്നെ പൊതുവേ നമ്മുടെ ക്ഷമ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ വരുന്നതിന് മുൻപ്, ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിതം അനുഭവിച്ചിട്ടുള്ള ജനറേഷനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് സമാധാനമുണ്ടായിരുന്നൊരു ജീവിതമാണ്. എന്നാൽ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വേൾഡ് അറ്റ് ദ ഫിംഗർ ടിപ്പാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇപ്പം നമ്മൾ സ്പെസിഫിക്കലി ഒരു ഫിലോസഫിക്കലി കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ ഫിലോസഫി ഇതൊക്കെ പ്രശ്നമാണ്. എല്ലാവർക്കും ഈ വാക്കുകളൊക്കെ പ്രശ്നമാണ്. അത് ഭാരതം എന്ന് പറയുന്ന ഒരു കൾച്ചർ അടിസ്ഥാനപരമായി അറിവ് കൈമാറുന്നത് തന്നെ ഫിലോസഫിക്കലാണ്. ഈ ഫിലോസഫിക്കലി ഉള്ള ഇൻട്രസ്റ്റുകൾ പോയി കഴിയുമ്പോഴാണ് ധാർമ്മിക ബോധവും ഒക്കെ മനുഷ്യർക്ക് ഈ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പം ഫിലോസഫി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് നേടാൻ ഇതിൻ്റെ ഒരു ബേസ് ലൈൻ എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലാവും. മനുഷ്യരെ മനസ്സിലാക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ, ജീവിതം മനസ്സിലാക്കാൻ, സമാധാനം കിട്ടാൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഫിലോസഫിക്കൽ ഐഡിയാസ് ആണ് ഹെൽപ്പ് ചെയ്യുക. ഒരാൾ വിഷമം വരുമ്പോൾ പെട്ടെന്ന് പോയിട്ട് പിന്നെ ഫിലോസഫിയൊക്കെ എടുക്കും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ട്രാക്ക് മാറി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതിലേക്കൊക്കെ എത്തിപ്പെടേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുക. എല്ലാത്തിനും സമയം വേണം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം വേണം. അതുപോലെ നിങ്ങളുടെ സോളിന് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുക്കുക. അപ്പോൾ അതിൽ ഒന്ന് ഇരുന്ന് കാമായിട്ട്, ഒരു ദിവസം ഒരു വീഡിയോ കാണുന്നുള്ളൂ മതി, അതവിടെ കാമായിട്ടിരുന്ന് കാണുക. ഒരു പുസ്തകത്തിൻ്റെ 5 പേജ് വായിച്ചുള്ളൂ മതി, അതവിടെ മനസ്സമാധാനമായിട്ടിരിക്കുക. നിങ്ങളൊരു റേസിലൊന്നല്ല. ഒരു പുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ അത് തീർക്കണം എന്നുള്ളതിലാണ്. തീർക്കുന്നു എന്നുള്ളതിൽ അച്ചീവ് ചെയ്യാമെന്ന് ഒരു അച്ചീവ്മെൻറ്റ് ഇങ്ങനെ നിങ്ങൾ കാണുകയാണ്. പക്ഷെ അതിനുപരി എൻജോയ് ദ പ്രോസസ്സ്. അതിൽ നിന്ന് നിങ്ങൾ വായിക്കുന്ന അത് നിങ്ങൾ ആദ്യം ഒരു പുസ്തകം കിട്ടിയാൽ അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. എനിക്ക് ബുക്കിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്മെല്ല് അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോ പേജുകളും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് അതിൽ കൊടുക്കുക, നിങ്ങളുടെ വിഷ്വലൈസേഷൻ അതിൽ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എലമെൻറ്റ്സ് ജീവിതത്തിൽ കൊണ്ടുതരും. ആ അറിവുകളൊന്നും പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ആ ഡീറ്റെയിലിങ്ങിലാണ് അതിൻ്റെ ഭംഗി തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ കിട്ടിയത്, അതൊരു വലിയ അറിവാണ്, അല്ലേ? അത് ഏത് പുസ്തകവും ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളൊരു വീഡിയോ കാണുമ്പം, എസ്പെഷ്യലി നമ്മൾ ടാരോ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്കൊരു കാർഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്രവചനം പോലെ എനിക്ക് പറയാം, ഓക്കെ നിങ്ങൾക്ക് ഇതാണ് വരാൻ പോകുന്നത്, അതാണ് വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾ ആ വരുന്നത് നോക്കി ഇരിക്കുക ചെയ്യുന്നത്. പക്ഷെ ഈ വരുത്തേണ്ടത് ഇത് ആരാ ചെയ്യേണ്ടത്? ഇത് നിങ്ങളാ ചെയ്യേണ്ടത്. അപ്പം ഞാനിത് നോക്കി പറഞ്ഞു തരുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളത് പറയണമെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് നിങ്ങളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ട പല കാര്യങ്ങളും ഇതിൽ നിന്ന് പറഞ്ഞു തരണം. അതിനാണ് ഇതൊരു ഡിവിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡീറ്റെയിലിംഗ് ആവശ്യമാണ്. അത് പൂർണ്ണമായി നമ്മളൊരു മനസ്സ് സമർപ്പിച്ച് അവിടെ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിന് ഗുണം ഉണ്ടാകുന്നത്. അതല്ലാതെ
നമ്മൾ ഈ ജാതകമാണെങ്കിലും ടാറോ ആണെങ്കിലും പ്രെഡിക്ഷൻസ് മാതിരി പറയുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആഴ്ച ഫലം, മാസഫലം എന്നൊക്കെ പറഞ്ഞിട്ട് മാസികകളിലൊക്കെ വരുന്നത്, പേപ്പറിലൊക്കെ വരുന്നത്, ഇതിനൊക്കെ ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട്. കാര്യം അവരിലേക്ക് എന്ത് വരും എന്ന് അറിഞ്ഞാൽ മതി. ഇവർക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടതൊന്നും ഇവർക്ക് അറിയണ്ട. അത് ചെയ്യാൻ മടിയുമാണ്, അത് മെനക്കെടാൻ പറ്റിയില്ല, അതൊന്നും കേൾക്കുകയും വേണ്ട, ഫിലോസഫി പറയാൻ വേണ്ട എന്ന് പറയും. പക്ഷെ അതങ്ങനെയല്ല. നമ്മളൊരു ആക്ഷൻ എടുത്താലാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നത്, സംസാരിക്കുമ്പോൾ ഡീറ്റെയിലിങ് കൂടി പോകുന്നത്. ആ ഡീറ്റെയിലിങ്ങിൽ തന്നെയാണ് കാര്യം. അതിന് സമയമെടുക്കുക, ക്ഷമ വേണം. ക്ഷമയുള്ളപ്പോൾ മാത്രം വീഡിയോസ് കാണുക. വെറുതെ ഇങ്ങനെ പോയി കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്രയും ഡീറ്റെയിലിങ്ങിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയാം. എന്നിട്ട് പലപ്പോഴും നമ്മൾ വളരെ ചുരുക്കിയിടാൻ ശ്രമിക്കും. കാര്യം ഒരുപാട് വ്യക്തികളുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നമ്മളിങ്ങനെ അത് കുറച്ച് പറയാറുണ്ട് മാക്സിമം. ഓക്കെ, ഇനിയും അത് ശ്രമിക്കുകയും ചെയ്യാം. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കൺസിഡർ ചെയ്യണമല്ലോ, അത് നമ്മൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of you all take care.